Good morning, sir. Yes, good morning, Vidya. Good morning, Nancy. Good morning, Sudhi. Good morning, sir. Yes, good morning. Yes, മഴയൊക്കെ ആയിരിക്കോ? നമ്മുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു വന്നത് ആൻസി. നല്ല മഴയാ സാർ. ജനസംഖ്യ കുറയാൻ നമ്മൾ അങ്ങോട്ട് വരണ്ടല്ലോ സാർ. ഫോൺ വഴിക്ക് മഴയ്ക്ക് പ്രശ്നമില്ലല്ലോ. യെസ്, പക്ഷേ ചിലപ്പോൾ നെറ്റൊക്കെ സ്ലോ ആയിരിക്കും, അതായിരിക്കും അവര് ഒന്ന് സാർ. ഇപ്പൊ പൊതുവെ ക്ലാസ്സിൽ കുട്ടികൾ കയറുന്ന കുറവാണ് സാർ. ഇന്നലെ അശ്വതി മിസ്സും അത് ചോദിച്ചായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ കുട്ടികൾ കുറയാറുണ്ടായിരുന്നില്ല ആൻസി. ഇങ്ങനെ വന്നാലും കുറച്ചുപേരെ ഉണ്ടാവുമായിരുന്നല്ലോ സാറേ. പി ജിക്ക് കയറിയപ്പോ ഈ ടെൻഷൻ വരാത്ത പിള്ളേർക്കും ടെൻഷൻ ആയിപ്പോയി. പി ജി ജയിക്കൂല എന്നുള്ള. പി ജി ജയിക്കോ ഇത് അതോ ഫെയിൽ ആകുമോ എന്നുള്ള ഒരു ടെൻഷനാ. ഒറ്റ മിനിറ്റ്. അത് കുഴപ്പമില്ല, ഞാൻ കുഴപ്പം തോന്നിയില്ല. ഡോറ് പോലെയല്ല തോന്നുന്നത്.
Hello? Yes, sorry for the inconvenience. Okay, no problem. Yes. Very good, very good, very good. Yes. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പൊ വിദ്യാശ്രുതി എം പി ഒന്നും ഉണ്ടായില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ വിഷയത്തിലോട്ട് വരാം. യെസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, അപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. ജൂലൈ മാസത്തിൽ അവസാനിക്കുകയാണ്. ജൂലൈ 15 കൂടി നമുക്ക് അവസാനിക്കും. ഓക്കെ, അപ്പോ നമുക്കൊരു ജൂൺ മാസത്തിൽ ഒരു 8 ക്ലാസ്സും ജൂലൈയിൽ ഒരു 2 ക്ലാസ്സും, അപ്പൊ ഒരു 10 ക്ലാസ്സും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. ആ 10 ക്ലാസ്സിൽ നമുക്ക് ഒരു 4 ക്ലാസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കണം. അപ്പൊ അത് ഒരു കാരണവശാലും നിങ്ങൾ കളയരുത് എന്നാണ് എനിക്ക് എളുപ്പമായിരിക്കുമോ സാറേ? പിന്നെ ഒരെണ്ണം നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് ബാലൻസ് ഉണ്ട്, അത് എടുക്കണം. അത് മതി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മറ്റേ ഫോണറ്റിക്സിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അത് വേറൊരു ടീച്ചർ വരും, ആ ടീച്ചർ എടുത്തോളൂ കേട്ടോ. വേറൊരു ടീച്ചർ വരുമ്പോ ടീച്ചർ എടുത്തോളൂ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എല്ലാവരും നമ്മൾ ഫിനിഷ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസിന്റെ ഡിസ്കഷന്റെ സമയത്ത് ഉണ്ടാവുക, നമുക്കത് ചർച്ച ചെയ്ത് ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചതൊക്കെ നമുക്ക് റെഡിയാക്കി പോകാം. നമുക്കൊരു 4 ക്ലാസ് കൊണ്ട് സാവകാശം പോകാം. യെസ്, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. വല്ലതും പറയുന്നുണ്ടോ? ഞാനും പറഞ്ഞു, ശ്രുതിയും പറഞ്ഞായിരുന്നു. Yes, you are not hearing. കേൾക്കുന്നില്ല അല്ലേ? ഒറ്റ മിനിറ്റ്. ഹലോ, കേൾക്കുന്നില്ലേ? സർ, ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ പറയുന്നത്? പറയണ
ഹലോ സാർ പറയുന്നത് നമുക്ക് കേൾക്കാം, നമ്മൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സാറിന് കേൾക്കുന്നില്ല. കേൾക്കാമോ അൻസി? സാറ് പറയുന്ന നമുക്ക് കേൾക്കാം, പക്ഷെ നമ്മൾ പറയുന്ന സാറിന് കേൾക്കുന്നില്ല. ഹലോ കേൾക്കാമോ? സുധി, ആൻസി പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് പറയണമെന്ന് കേട്ടില്ല. സാറ് പറയുന്നത് നമുക്ക് കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറയാമോ? ഹലോ സാർ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. നിങ്ങൾ പറയുന്നത് കേൾക്കാം. നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ടോ സാറിന്? ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമോ ആരെങ്കിലും? കേൾക്കാമോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമോ ആൻസി? സാറ് പറയുന്നത് നമുക്ക് ആദ്യം തൊട്ടേ കേൾക്കാം, പക്ഷെ നമ്മൾ പറയുന്ന സാർ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. വീഡിയോ ആണെങ്കിൽ കേൾക്കാലോ? ഓക്കെ ഓക്കെ. ഞങ്ങള് പറയുന്നത് സാർ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്. ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോയതാണ്. ഞാൻ ഇവിടുന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. അല്ല സാറ് പറഞ്ഞ കേട്ടു. ജൂലൈ 15 വരെ എന്നൊക്കെ പറഞ്ഞത് കേട്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പറഞ്ഞത് കേട്ടു. ഓക്കെ. അത് മതി. നോ പ്രോബ്ലം. യെസ്. അപ്പൊ പറഞ്ഞോളൂ സുധി എം പി. സാറ് പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി, അതോ പുസ്തകത്തിൽ നിന്ന് പഠിക്കണം? സാർ ടെക്സ്റ്റിൽ ഒരുപാടുണ്ട്. ഞാൻ അതാണ് സാറിനോട് നേരത്തെ സംസാരിച്ചിന്. ഇപ്പൊ അത് തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നവരും പറയുന്നത്. ടെക്സ്റ്റിൽ എത്രയോ ഉണ്ട്, പേജ് മറിച്ച് നോക്കി ഒന്നും മനസ്സിലാവുന്നില്ല. ടെക്സ്റ്റിനെ എലാബറേറ്റഡ് ആയിട്ട് ഉണ്ടാവും. അത് ടെക്സ്റ്റ് അല്ലേ?
യെസ്, നമ്മൾ അതിൽ നിന്ന് അതിന്റെ ന്യൂക്ലിയസ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ എടുത്തിട്ട് പറഞ്ഞേക്കുന്നത്. യെസ്, അതിൻ്റെ അത് കുറെ കൂടെ എലാബറേറ്റ് ആയിട്ട് കൊടുക്കും. യെസ്, അപ്പൊ അത് പഠിക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന നോട്ടും ഞാൻ പറഞ്ഞു തന്ന കാര്യവും വെച്ചിട്ട് അത് നോക്കിയാൽ മതി. യെസ്, ഡോണ്ട് വറി. യെസ്. സാർ എളുപ്പമായിരിക്കോ സാർ, അതോ ഒരുപാട് ടഫ് ആയിരിക്കോ? ഞാനെങ്ങനെ പറയാൻ പറ്റുക? അല്ല, സാറിന് ഇത്രയും നാള് പഠിപ്പിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ വെച്ച് അറിയാൻ പറ്റുമല്ലോ. ഓ, തന്ത്രപരമായ സാർക്ക് എല്ലാം അറിയുന്നോണ്ട് സാർക്ക് അതൊക്കെ ഈസി ആയിരിക്കും. നമുക്കൊന്നും അറിയാത്തോണ്ട് നമുക്കത് ടഫ് ആയിരിക്കും. ഈ കഴിഞ്ഞ സാർ നമുക്ക് ഒരുപാട് മാർക്ക് വേണ്ട, ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി സാർ, അതേ ഉള്ളൂ. യെസ്, ഇങ്ങനെ പറഞ്ഞ കുറച്ച് പേര് MT40 ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവര് കഴിഞ്ഞ ശനിയാഴ്ച കോൺവെക്കേഷൻ സെറമണിക്ക് വന്നപ്പോ അവര് വന്ന് വളരെ സ്നേഹത്തിൽ സാറേ 2 മാർക്ക് എവിടെയോ 98 എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത സാറേ എനിക്കും 98, ഒരു 2 എവിടെ ഏതാണ് ആ ചോദ്യം പോയെന്നറിയില്ല, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 100 out of 100 ആയിരുന്നു. 98 യെസ്, അതുപോലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയണം. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ റിസൾട്ട് വന്നിട്ടാണോ കോൺവെക്കേഷൻ നടത്തുന്നേ? ആ, യെസ്. അപ്പൊ അതിനകത്ത് ജയിച്ചോ തോറ്റോന്നൊക്കെ രേഖപ്പെടുത്താനുള്ളതല്ലേ. അപ്പൊ തോറ്റവർക്ക് കോൺവെക്കേഷൻ ഇല്ലേ? തോറ്റവർക്ക് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് വരും സാർ? അപ്പോ റിസൾട്ടൊക്കെ ഒരു 1-2 ദിവസം കൊണ്ടൊക്കെ അന്ന് വൈകുന്നേരം റിസൾട്ട് റെഡിയാവും. പരീക്ഷ അപ്പൊ തന്നെ റിസൾട്ട് ചെയ്യും. പിന്നെ അത് ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് സമയം വൈകുന്നത്. അത് ഓഫീസിൽ നിന്നാണ് നമുക്ക് അന്നറിയാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പൊ പേടിക്കണ്ട, നിങ്ങൾ ആരും പരീക്ഷ നോക്കി. ഞാൻ വന്നപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന അറിയാൻ പാടില്ല, ഒരു 10 മാസങ്ങൾക്ക് മുമ്പ്, 9 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇംഗ്ലീഷ് പരീക്ഷയിൽ ആരും നോക്കില്ല. ഇംഗ്ലീഷിന് തോക്കത്തില്ലെന്ന് ഉറപ്പാ, ബാക്കിയുള്ളതും കൂടെ കിടക്കല്ലേ സാറേ? അതിന്റെ ഗ്യാരണ്ടി ഞാൻ ഏൽക്കില്ല, ഇതിന്റെ ഗ്യാരണ്ടി ഞാൻ. കാരണം വെച്ചാല് ഇംഗ്ലീഷ് നിങ്ങൾ നോക്കും, നിങ്ങളൊരു 25% എന്റെ ഒപ്പം നിന്നാവും. 25%, 75% നിങ്ങൾ ഉഴപ്പിക്കോ, നോ പ്രോബ്ലം. ഒരു 25% ഒപ്പം നിൽക്കുകയാണെങ്കിൽ തോറ്റുപോകില്ല എന്നുള്ള കാര്യം 100%. യെസ്. പിന്നെ എനിക്കറിയാലോ, നിങ്ങൾ ഓരോരുത്തരും എനിക്കറിയാലോ, നിങ്ങളുടെ ടാലന്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വരെ നിങ്ങൾ എത്തുമ്പോഴൊക്കെ എനിക്കറിയാലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, നോബഡി വിൽ ഫെയിൽ, ആരും പരാജയപ്പെടുകയില്ല എന്നാണ് എന്റെ ഇംഗ്ലീഷിന്റെ കേസിൽ. കേട്ടോ, ഇംഗ്ലീഷിൽ ആരും പരാജയപ്പെടുകയില്ല എന്നാണ് എന്റെ ഉറപ്പായ വിശ്വാസം. അത് അങ്ങനെ തന്നെ ഇരിക്കും. ഡോണ്ട് വറി. യെസ്, ഇംഗ്ലീഷ് പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കും. യെസ്, വിളിച്ചിട്ട് പറയും അല്ലെ, സാറേ എല്ലാ പരീക്ഷകളിലും ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എഴുതിയ പരീക്ഷ അതാണ് പറയും. വളരെ നന്നായിട്ട് എഴുതിയ പരീക്ഷ പറയും. ഡോണ്ട് വറി, പഠിക്കണ്ട. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പൊ ഇന്നത്തെ കൂടെ അങ്ങോട്ട് അവസാനിപ്പിക്കാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ വരുന്ന വാചകത്തെ എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ ചേർക്കണം, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേറെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, പ്രസന്റ് പെർഫെക്റ്റിൽ വന്നിരിക്കുന്നത് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ അത് തന്നെ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയും വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആം ഐ റൈറ്റ്? ശരിയല്ലേ വിദ്യ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് കിടക്കാം. യെസ്, ഞാനിവിടെ അടുത്തൊരു വാചകം എഴുതുകയാണ്. ഷീ ഹാഡ് ഓർഡേർഡ്, ORDERED, ഓർഡേർഡ് എ കപ്പ് ഓഫ് ടീ. നെക്സ്റ്റ് വാചകം ഇതാണ്, ഷീ ഹാഡ് ഓർഡേർഡ് എ കപ്പ് ഓഫ് ടീ. അവള് ഒരു കപ്പ് ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓർഡേർഡ് എ കപ്പ് ഓഫ് ടീ. അപ്പൊ ആർക്കെങ്കിലും പറയാമോ, ഈ തന്നിരിക്കുന്ന വാചകം
നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസിന്റെ ഫോമിൽ ഏത് രീതിയിലുള്ളതാണെന്ന് പറയാം? നമ്മൾ പഠിച്ച സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഷീ ഹാഡ് ഓർഡേർഡ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആയിട്ട് വരുമെന്ന് പറയാം? സർ പ്രസന്റിലാണോ വരുന്നത്? സിമ്പിൾ പ്രസന്റ്. പ്രസന്റ് അല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള 12 ഒന്നുമില്ല, 12 എണ്ണത്തിൽ ഒരെണ്ണത് വരും. പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാത്തിന്റെയും കൂടെ ING ഉണ്ടാവും. ഇതിനകത്ത് ING ഇല്ലല്ലോ, അപ്പൊ കണ്ടിന്യൂസ് അല്ല. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് വേണ്ടത്. ഇത് ഹാസ് ഹാവും ഇല്ല. ആഡ് ആണെങ്കിൽ പാസ്റ്റിലാണോ സർ വരിക? പാസ്റ്റ് പെർഫെക്റ്റ് അങ്ങനെ പറയും. പാസ്റ്റിൽ നിന്നല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കേട്ടോ. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങോട്ട് എത്തിയില്ല, അങ്ങനെ എത്തട്ടെ എന്ന് ചോദിച്ചാൽ ഞാനിന്ന് പാസ്റ്റ് ആണോ സാറേ? പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ വരുന്നേ? ആൻസി അവിടെ ഹാഡ് ആണ്. അല്ലേ HAD അയ്യോ, ഹാഡ് അപ്പൊ അല്ലേ? ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണോന്ന് അറിയത്തില്ല സാർ. അപ്പൊ ഹാസ് അല്ല, ഹാഡ് ആണ്. HAD ഹാഡ്. ഓ, ഞാൻ ഇവിടെ ഹാസ് ആണ് എഴുതിയ സാറേ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് ഞാൻ ചിന്തിച്ചത് കറക്റ്റ്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ ശരിക്കും ഹാസ് അല്ല, ഇത് ഹാഡ് ആണ്. HAD ഹാഡ്. അപ്പൊ നമുക്ക് പറയാം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ബാക്കിയുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഈ സെന്റൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് ഷീ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഹാഡ് ഉണ്ട്, പിന്നെ ഓർഡർ എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോം ഓർഡേർഡ് ഉണ്ട്. സബ്ജക്റ്റ്, ഹാഡ്, വെർബിന്റെ മൂന്നാമത്തെ ഫോം ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ആയ ഒരു വാചകത്തിനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഇതിനും നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഓബ്ജക്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹും ഓർ വാട്ട്, ആരെ അല്ലെങ്കിൽ എന്ത്. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്ത് ഓർഡർ ചെയ്തു? എ കപ്പ് ഓഫ് വൈൻ. കറക്റ്റ് ആൻസർ ഉണ്ട്. എ കപ്പ് ഓഫ് വൈൻ അല്ല, എ കപ്പ് ഓഫ് ടീ. എ കപ്പ് ഓഫ് ടീ. അപ്പൊ നമുക്ക് എ കപ്പ് ഓഫ് ടീ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ചേർക്കണം. എന്താണ് ഹാഡ്? അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കണം. BEEN, ബീൻ എന്ന് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒന്നുകൂടി പറയാം, ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നേരത്തെ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിൽ നമ്മൾ പറഞ്ഞപ്പോ ഓബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ് പ്ലസ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞില്ലേ, അതില് ആ ഹാസ് അല്ലെങ്കിൽ ഹാവ് മാറ്റുക, പകരം എന്ത് ചേർക്കുക? ഹാഡ് ചേർക്കുക. വ്യത്യാസം. നേരത്തെ പഠിച്ചു വെച്ച പാസീവ് വോയിസിന്റെ ഫോമിലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് മാറ്റിയിട്ട് പകരം ഹാഡ് ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഉത്തരമായിട്ട് എഴുതാം? എ കപ്പ് ഓഫ് ടീ, ഓബ്ജക്റ്റ് ആദ്യം എഴുതി. ഹാഡ് ബീൻ, ഇവിടെ എഴുതിയേക്കണത് ഓർഡേർഡ്, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. കാരണം ഹാഡ് കഴിഞ്ഞ പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമേ വരുള്ളൂ. അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് എഴുതിയാൽ മതി. എ കപ്പ് ഓഫ് ടീ ഹാഡ് ബീൻ ഓർഡേർഡ് ബൈ ഹെർ. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ അതുപോലെ തന്നെ. ഈ ഹിമ്മാവും ഷീ ഹെയർ ആവും, ദേ ദമ്മാവും, ഐ മീ ആവും, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് പറയാം ആദ്യം ഓബ്ജക്റ്റ്, പിന്നെ ഹാഡ്, പിന്നെ ബീൻ, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ്. അപ്പൊ സർ ബീൻ എന്നാണോ പറയണത്? ബീൻ എന്നാണോ പറയണത്?
ബീൻ ആണ്, BEN. ബീയിങ് എന്നത് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും വരുമ്പോഴാണ് ബീയിങ് വരുന്നത്. ഓക്കെ, ഇത് ബീൻ ആണ്, BEEN. ഓക്കെ, യെസ് എഴുതിക്കോ. പാസീവ് വോയിസ് ഓഫ്, passive voice of, passive voice of past perfect, passive voice of past perfect. Yes. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിക്കോ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് HAD, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് BEEN, ബീൻ പ്ലസ് വി, വെർബ് എന്നുള്ളൊരു ഷോർട്ട് ഫോം വി ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. PP എന്ന് എഴുതാം, V3 എന്ന് എഴുതാം, രണ്ട് സെയിം ആണ്. യെസ്, നമുക്ക് 1, 2 വാചകങ്ങൾ ചെയ്തു നോക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. യെസ്, 1, 2, 3, 4 പേരുണ്ട്. അപ്പൊ 4 പറയാം കേട്ടോ, ഓരോരുത്തർക്കും 1 വീതമാകും. യെസ് എഴുതിക്കോളൂ. They had finished, FINISHED, finished their, THEIR, their work, WORK, work. രണ്ടാമത്തെ വാചകം somebody had, SOMEBODY, somebody had opened, OPENED, opened the door, DOOR, door. സാറേ ഒന്നുകൂടെ പറഞ്ഞേ. Somebody had opened, OPENED, തുറന്നു, the door, വാതിൽ. അടുത്തത് they had locked, LOCKED, locked the windows, ജനൽ, WINDOWS. അടുത്തത് someone had seen, SEEN, seen them, someone had seen them, someone had seen them. Okay, very good.
Okay, and see, very good, very good. Okay, okay, okay. അപ്പോ ആൻസിയുടെയും ലാസ്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും സുധീരൻ കഴിഞ്ഞതല്ലേ? വിദ്യ ആദ്യത്തെ വായിച്ചു. വിദ്യ ആദ്യത്തെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, വായിച്ചു. ചോദ്യം ഞാൻ വായിക്കാം. They had finished their work. Their work had been finished by them. Very good. Correct. Correct. Very good. Very good. Very good. Their work had been finished by them. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ശ്രുതി MV. അടുത്തത് ചോദ്യം ഞാൻ വായിക്കാം. Somebody had opened the door. The door had opened by somebody. അപ്പൊ ബീൻ ചേർക്കാൻ വിട്ടുപോയില്ല ശ്രുതി. ബീൻ ചേർക്കാൻ വിട്ടുപോയില്ലേ? വിട്ടുപോയി സാർ. വിട്ടുപോയി. അപ്പൊ അതുകൂടി എന്റെ ഇടയിൽ ചേർക്കണം കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കി കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. The door had been opened by somebody. ഇപ്പൊ ആ ബീനും കൂടി ചേർത്താൽ കറക്റ്റ് ആയി. ഇപ്പൊ ടെൻഷൻ കൂടിയപ്പോ ഒരു വാക്ക് വിട്ടുപോയതാണ് അല്ലേ? നോ പ്രോബ്ലം. ഇനി ശ്രുതി മൂന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. They had locked the windows. The window had been locked by them. Yes. Windows എന്നാ പറഞ്ഞത്. അപ്പൊ അത് വിൻഡോസ് ആയിരിക്കും. Windows had been locked by them. ശരിയാണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസി ചോദ്യം ഇതാണ്. Someone had seen them. They had been seen by someone. Yes, very good. They had been seen by someone. They had been seen by someone. It's a correct answer. Very good, very good. അപ്പോ ഇതോടുകൂടി പാസീവ് വോയിസ് എന്ന് പറയുന്ന സംഗതി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടാ. ഇനി പാസീവ് വോയിസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ടെൻസിന്റെയും സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ 12 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവേണ്ടത് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ടെൻസുകളിലെ പാസീവ് വോയിസിലേക്ക് വരാൻ സാധ്യതയുള്ള ടെൻസുകളെ നമ്മൾ കണ്ടെത്തി അത് ഏത് രീതിയിലാണ് മാറ്റേണ്ടത് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഒബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് ബീയിങ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് ബീയിങ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ പഠിച്ച പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ ഇപ്പോ നമ്മളതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സാറിനെയൊക്കെ സമ്മതിക്കണം സാർ, ഇത്രയും കാണാതെ ഇങ്ങനെ പഠിച്ചു വയ്ക്കുന്നത്. ഞാൻ അതാ ഇവിടെ വായും തുറന്നിരിക്കുന്നു. ഇത്രയും സാറ് പറഞ്ഞു. യെസ്, ഓക്കെ 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 ഓക്കെ. എനിക്ക് പണ്ടേ മുതൽ എനിക്കറിയാം എന്താണ് അറിയാൻ പറ്റില്ല, ഈ ഗ്രാമറിനോട് ഭയങ്കര ഇഷ്ടം. അതായത് ഞങ്ങൾ പഠിക്കുമ്പോ +2 ഡിഗ്രിയാണ്. ആ സമയം മുതൽ എനിക്ക് എന്തോ ഭയങ്കരമായ ഇഷ്ടമായിരുന്നു ഗ്രാമറിനോട്. ഒരു ഇഷ്ടം തോന്നൂല. ചില വിഷയങ്ങളോട് നമുക്ക് ഇഷ്ടം തോന്നും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് ഗ്രാമറാ. ഇപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ?
ശ്രുതി എന്നെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ പറ. സാറേ ഇഷ്ടമാണ്, പക്ഷെ മാറിപ്പോകുന്ന ടെൻഷനാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം MT40 കുട്ടി അവിടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് സ്റ്റേജിൽ കയറി എന്നിട്ട് സ്വാഗതം പറഞ്ഞു. അപ്പോ എല്ലാ ടീച്ചർമാരെ കുറിച്ച് അതാണ് പറഞ്ഞത്. എന്റെ പേര് മാത്രം വന്നില്ല. ഞാനിങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാമോ? അത് ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പൊ അത് ലാസ്റ്റ് അത് ഇങ്ങനെ പറഞ്ഞു, ഇംഗ്ലീഷ് ഗ്രാമറും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന സംഗതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെടുന്നു, അതിന്റെ ക്രെഡിറ്റ് ജോസാണ്. പിന്നെ അതൊക്കെ പറഞ്ഞു. യെസ് എന്ന് പറഞ്ഞ പോലെ ശ്രുതി ഇഷ്ടപ്പെടും. പഴയതുപോലെ ഞാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. വളരെ ലളിതമായിട്ടും നിങ്ങൾക്കത് ഉൾക്കൊള്ളാവുന്ന രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളൂ. വളരെ കുറേശ്ശെ കാര്യങ്ങൾ കുറേശ്ശെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. യെസ്, നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഒക്കെ ടീച്ചറൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, സാറേ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഞാനിപ്പോ 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുകയാണ്. എന്നെ വിളിച്ചിട്ടുണ്ട്, 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇന്ന സംഗതി വന്നപ്പോ അത് എന്താണ് അങ്ങനെ വന്നത്? കുട്ടികളില് ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അതല്ല സാറേ, 2-3 തലേക്കലന്മാരായ കുട്ടികളുണ്ട്, അവര് സംശയം ചോദിക്കും. അപ്പൊ ടീച്ചർക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? യെസ്, അപ്പൊ നമ്മൾ അറിയണ്ടേ? യെസ്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഡോട്ട് പറയുക. ഇംഗ്ലീഷ് ഗ്രാമർക്ക് എളുപ്പമാണ്. അത് അതിന്റെ ടെക്നോളജി ഒന്ന് പിടികിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ആ സെന്റൻസ് വായിക്കുന്നത് കേൾക്കുമ്പോൾ പറയുമ്പോൾ അത് ശരിയായിട്ടില്ല, അവിടെ കല്ല് കടിക്കുന്നുണ്ടല്ലോ, നമുക്ക് അപ്പം അത് പറയാൻ പറ്റും. നമുക്കത് ചിലപ്പോൾ നിങ്ങൾ വേറൊരു ഫീൽഡിലേക്ക് എക്സ്പെർട്ട് ആയിരിക്കോട്ടെ, അവിടെ ഞാൻ വട്ടപ്പൂജ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സംഗതി ഉണ്ടാവും. അപ്പൊ പേടിക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആണ്. നമ്മൾക്ക് ഇനി അധികം ആൾക്കാർ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങി വെക്കുകയാണ്. ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷില് അധികം ആളുകളായും വളരെ താല്പര്യക്കുറവോടുകൂടി കൈവെക്കുന്ന, എന്നാൽ നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ കൈവയ്ക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയാം, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. നമ്മൾ സാധാരണഗതിയിൽ ഒരു നാടകത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ആ നാടകത്തിന്റെ ഇടതുവശത്ത് കഥാപാത്രങ്ങൾ പേരുന്നുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ, വീട്ടിലെ കാരണവർ, അമ്മായി, അമ്മാവൻ, എന്റെ 2 കൂത്തിട്ടിട്ട് അവര് പറയുന്ന ഡയലോഗുകൾ കൊടുക്കും ഇല്ലേ? അങ്ങനെ പറയുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. മറ്റേ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതല്ലാതുള്ള ഇൻഡയറക്റ്റ് സ്പീച്ച്. യെസ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരദൂഷണമാണ്. വിദ്യ ആൻസിയോടൊരു കാര്യം പറയുന്നു, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് വിദ്യ ആൻസിയോടൊരു കാര്യം പറയുന്നു. വിദ്യയിൽ നിന്ന് കേട്ട കാര്യം ആൻസി വന്നിട്ട് ശ്രുതി MBയോട് പറയുന്നു. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. വിദ്യ നേരിട്ട് പറയുമ്പോ അത് ഡയറക്റ്റ് സ്പീച്ച്. ആൻസി അത് വന്നിട്ട് ശ്രുതിയോട് പറയുമ്പോൾ അതെന്താണ്? അത് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ വേണമെങ്കിൽ ഇത് പറയാം, ഒരു സ്ഥലത്ത് നിന്ന് കേട്ട കാര്യം വേറൊരാളോട് ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. വിദ്യ, യെസ്. അപ്പൊ ഞാൻ വിദ്യനോട് എക്സാമ്പിൾ പറയാം. വിദ്യ മ്യൂട്ട് ചെയ്തോ, അത് എക്സാമ്പിളായിട്ട് വിചാരിച്ചാൽ മതി, വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. റോഡിലൂടെ വരികയാണ്, വളരെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ വിദ്യയുടെ മുന്നിൽ വന്നിട്ട് വിദ്യയോട് പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പറഞ്ഞ വാചകം നോക്കണം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ ചെറുപ്പക്കാരൻ അവിടുന്ന് പോയി. വിദ്യ വീട്ടിൽ വരെയുണ്ട്. വീട്ടിൽ വന്നിട്ട് വിദ്യനേക്കാളും 2 വയസ്സ് പ്രായം കുറഞ്ഞ വിദ്യയുടെ സഹോദരിയോട് പറയുകയാണ്, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനിപ്പോ ആളെ പേര് നമുക്ക് പറയാനുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി പറയുന്നത് രാജനെ കണ്ടു. രാജൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോ
വിദ്യയുടെ സഹോദരി പറയും ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇനി അയാൾ പറഞ്ഞിട്ട് വേണം അറിയാൻ. യെസ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, രാജൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് വിദ്യ ആരോടാണ് പറയുന്നത്? വിദ്യയുടെ സഹോദരിയോടാണ് പറയുന്നത്. അവിടെ ആ എനിക്ക് എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിദ്യയുടെ സഹോദരി വിചാരിക്കുന്ന ആരാണ്? വിദ്യയാണെന്നാണ്. ആ നിന്നെ എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിദ്യയുടെ സഹോദരി വിചാരിക്കുന്നത് അവരെയാണെന്നാണ്. അപ്പൊ വേണമെങ്കിൽ വിദ്യയുടെ സഹോദരിക്ക് പറയാം ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇനി രാജൻ പറഞ്ഞിട്ട് വേണോ? അപ്പൊ ശരിക്കും വിദ്യ അവിടെ ചെന്ന് പറയേണ്ടത് എന്തായിരുന്നു? രാജൻ പറഞ്ഞു അവന് എന്നെ ഇഷ്ടമാണ്. വ്യത്യാസം മനസ്സിലായ? അപ്പൊ രീതിക്ക് കാര്യം മനസ്സിലാവും. നേരെ മറിച്ച് വിദ്യ അവിടെ ചെന്നിട്ട് രാജൻ പറഞ്ഞതുപോലെ പറയാണ്. രാജൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യക്ക് സഹോദരിയാണ് ഇഷ്ടം. You get the point? Read here. Yes, ഇത് എന്റെ സംഗതി, ഇതാണ് ഇമ്പോർട്ടൻസ് ഫീസ്. അപ്പൊ വിദ്യ അവിടെ ചെന്ന് പറയുമ്പോൾ എന്ത് പറയണം? രാജൻ പറഞ്ഞു എനിക്ക് നിന്നിഷ്ടമാണ്. ഇങ്ങനെ പറഞ്ഞ കറക്റ്റ്. ഇങ്ങനെ പറയുമ്പോൾ പഠിപ്പിച്ചേ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളൊന്ന് ഇംഗ്ലീഷിലോട്ട് അയക്കാവുന്ന മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഏത് ടെൻസ് വരുമ്പോ എങ്ങനെ മാറ്റണം, എങ്ങോട്ട് മാറ്റുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. ഇതുള്ളൂ റിപ്പോർട്ട് സ്പീച്ച്. യെസ്. ഇനി വേറൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് കേട്ട കാര്യം അതുപോലെ എന്നൊന്നും പറയരുത്. അത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോ ടീച്ചർ ചെറിയ ക്ലാസ്സില് കുട്ടികളെ പഠിപ്പിച്ചപ്പോ ടീച്ചർ ബോർഡിൽ എഴുതി മൈ ഹെഡ് എന്റെ തല, മൈ ഹെഡ് എന്റെ തല. ടീച്ചർ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു നാളെ ഇത് വരുമ്പോ പഠിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. കഥയിൽ ചോദ്യമൊന്നുമില്ല. അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ ഈ ചെറിയ കുട്ടി വീട്ടിലിരുന്ന് വായിക്കണം മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല. കാരണം ടീച്ചർ പറഞ്ഞ എന്താണ്? എന്റെ തലേന്നല്ലേ പറഞ്ഞ ടീച്ചർ. അപ്പൊ ടീച്ചറിന്റെ അല്ല തല. അപ്പൊ ടീച്ചർ പറഞ്ഞു തന്ന പോലെ തന്നെ കുട്ടിയോടെ പറയണം മൈ ഹെഡ് ടീച്ചറിന്റെ തല. അപ്പോ ഈ വായിക്കണ കണ്ടു കഴിഞ്ഞപ്പോ അപ്പുറത്ത് നിന്ന് പേപ്പർ വായിക്കുന്ന അച്ഛനെ മനസ്സിലായി അവൾ വായിക്കുന്നതിൽ തെറ്റാണ് എന്ന്. അപ്പൊ അച്ഛൻ അരികത്തേക്ക് വന്നിട്ട് മകളോട് പറഞ്ഞു മോളെ മൈ ഹെഡ് എന്റെ തല. മനസ്സിലായ? എന്റെ തല. അപ്പൊ അച്ഛൻ പോയി കഴിഞ്ഞപ്പോ കുട്ടി വായിച്ചു തുടങ്ങി മൈ ഹെഡ് അച്ഛന്റെ തല. കാരണം അച്ഛൻ പറഞ്ഞപ്പോ എന്റെ തല അച്ഛൻ പറഞ്ഞത്. അപ്പൊ അച്ഛന്റെ തല, മൈ ഹെഡ് അച്ഛന്റെ തല. അപ്പോഴാണ് അച്ഛനുള്ള ചായയുമായിട്ട് വരാന്തയിലേക്ക് അമ്മ വരുന്നത്. അപ്പൊ അമ്മ കേട്ട് കഴിഞ്ഞപ്പോ അമ്മക്ക് മനസ്സിലായി വായിക്കുന്നത് തെറ്റാണല്ലോ എന്ന്. യെസ്. അപ്പൊ അമ്മ ചെന്ന് മകളോട് പറഞ്ഞു മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ തലേന്നല്ല, മൈ ഹെഡ് എന്റെ തലയിൽ. അപ്പൊ പിന്നെ എന്തായിരിക്കും അടുത്ത കുട്ടി വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. യെസ്. അപ്പൊ നോക്കി, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടു. ആ കേട്ട കാര്യം നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിപ്പോർട്ട് സ്പീച്ച്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. യെസ്. ഇനി നേരത്തെ പറഞ്ഞ വിദ്യയോട് രാജൻ പറഞ്ഞ വാചകം ഞാൻ വേറൊരു രീതിയിൽ പറയുന്നു. വിദ്യയെ നോക്കിക്കൊണ്ട് രാജൻ പറയുന്നു നീ നല്ലവളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ലവളാണെന്നുള്ളത് പരിചയമുള്ളതിന്റെ പേരിൽ നീ നല്ലവളാണ്. ഇതാണ് രാജൻ വിദ്യയോട് പറഞ്ഞതിന്റെ വിജയം. വിദ്യ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് വിദ്യയുടെ അനുജത്തിയോട് പറയുന്നു രാജൻ പറഞ്ഞു നീ നല്ലവളാണെന്ന്. അപ്പൊ ആ നീ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുജത്തിയെ പോലെ. രാജൻ വിദ്യയുടെ അനുജത്തിയെ കുറിച്ച് പറഞ്ഞതുപോലെ വരില്ലേ വിദ്യ എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാജൻ പറഞ്ഞു നീ നല്ലവളാണ്. യെസ്, അങ്ങനെയാണ് രാജൻ പറഞ്ഞത്. വിദ്യയുടെ അനുജത്തി നല്ലതെന്നല്ല പറഞ്ഞത്, വിദ്യ നല്ലതെന്നല്ല പറഞ്ഞത്. രാജൻ നേരിട്ട് പറയുന്നു നീ നല്ലവളാണ്. വിദ്യ വീട്ടിൽ ചെന്നിട്ട് പറയുന്നു രാജൻ പറയുന്നു നീ നല്ലവളാണ്. അങ്ങനെ പറയാൻ പാടില്ല. രാജൻ പറഞ്ഞു ഞാൻ നല്ലവളാണ്, അങ്ങനെ പറയണം.
യെസ്, അല്ലെങ്കിൽ രാജൻ വിദ്യയുടെ സഹോദരിയെ കുറിച്ച് പറഞ്ഞ പോലെ വിചാരിക്കും. യു ഗെറ്റ് ദ പോയിന്റ്? യെസ്, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. നമുക്കിത് കുലങ്കേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. വിശദമായിട്ട് പറയും. ഇപ്പൊ ഞാനിപ്പോ അതിനൊന്നും തുടങ്ങി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. യെസ്, റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ ഒരു കാര്യം കേട്ട കാര്യം നമുക്ക് വേണമെങ്കിൽ ഗദ്യത്തിലോട്ട് മാറ്റി എഴുതൂലേ? യെസ്, ആ ഗദ്യത്തിലോട്ട് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. യെസ്, റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടാ? യെസ്, കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നും നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടില്ല. നമ്മൾ ആരംഭിക്കുന്നു എന്താ പറയാ, എഴുതി കാണിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആരംഭിക്കുന്നു. അപ്പൊ പിന്നെ പ്രശ്നമില്ല അല്ലേ ശ്രുതി? ഓക്കെ, ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നു. യെസ്, അപ്പൊ അവിടെ നമ്മൾ ആരംഭിച്ച് കഴിയുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടെൻസ് വരും. ആ ടെൻസ് വരുമ്പോൾ ഇന്ന ടെൻസിനോട് മാറ്റി തന്നു, ഇന്ന ടെൻസ് വരുമ്പോൾ ഇന്നയിലേക്കും ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് മാറ്റേണ്ടതെന്നുള്ളത് ബാക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ കോമൺ ആയ കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. യെസ്, ഇനി ചോദിക്കട്ടെ. ഇനിയിപ്പോ ഒരു 4 മിനിറ്റ് കൂടി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പുതിയ തുടങ്ങുന്നത്. തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ വേണം. ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് നിങ്ങളെ കൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് മനസ്സിലോട്ട് അതൊന്ന് പതിയണ്ടേ. അത് പതിയാൻ വേണ്ടിയിട്ട് എനിക്ക് 1 മണിക്കൂർ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കിടക്കാത്തത്. 4 മിനിറ്റോടെ വില കിടക്കാത്തത്. യെസ്, അപ്പോ ആൻസി അല്ല ശ്രുതി. ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെയാണെങ്കിലും കുറച്ചൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടില്ലേ കുറെ കാലം കഴിയുമ്പോ? അതുണ്ട് സർ, അതുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മള് കണ്ണേ പേടിക്കുള്ളൂ, കൈ പേടിക്കൂല എന്ന് പറഞ്ഞില്ലേ സർ? കാണുമ്പോഴുള്ള പേടിയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മാത്രമല്ല, മെന്റലി മൊത്തത്തില് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ചെറിയൊരു ആത്മവിശ്വാസം. നമ്മളിവിടെ പല വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുകയും പറയുമ്പോൾ ഓക്കെ ഇതൊക്കെ എനിക്ക് പറ്റും അല്ലേ എന്നൊരു തോന്നൽ വരൂല്ലേ? തീരെ ഞാൻ അങ്ങനെ മോശമല്ല എന്നൊരു തോന്നൽ വരൂല്ലേ? അത് മതി. സാർ, ഇനി ഈ മന്ത് തീരാൻ കുറച്ച് ദിവസവും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് നമുക്ക് പ്രാക്ടിക്കലും വൈവയാണ്. പിന്നെ സാറേ എക്സാം. അത് ഓർത്തിട്ടാ ടെൻഷൻ. ഇനി ആകെ 1 മാസവും കൂടെ അല്ലേ ഉള്ളൂ. സർ, പ്രാക്ടിക്കലിന് വരുമ്പോ നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയലുകളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടോ? അത് സാർക്ക് അറിയോ? അത് ടീച്ചർ പറയാം. അതിനെ കുറിച്ചുള്ള അവിടെ പ്രാക്ടിക്കൽ പിള്ളേർ വരാറുണ്ടല്ലോ. അപ്പൊ അത് ടീച്ചർ പറയൂ കേട്ടോ. അത് അതിന്റെ ടീച്ചർമാര് പറയും. ഓക്കെ, സാറ് അവിടെ ഉണ്ടാവോ? നിങ്ങൾക്ക് സാറെ കാണാൻ പറ്റുമോ? നമ്മളൊന്നും കാണൂല. MT14 പിള്ളേർ അവിടെ പ്രാക്ടിക്കൽ വരുന്ന സമയത്ത് ഞാൻ വളരെ യാദൃച്ഛ്യമാണ്. അന്ന് കോൺവെക്കേഷൻ ആയി അവരുടെ അടുത്തൂടെ പോയി. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, സാറ് ഞങ്ങളുടെ അടുത്തുകൂടെ പോയിട്ടൊന്നും ചിരിച്ചു പോയി ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഫേസ് അറിയാമോ? ഞാൻ നോക്കുമ്പോ കാണുന്നത് മഞ്ജു വാര്യയും നയൻതാരയൊക്കെ അല്ലേ. എനിക്കറിയാമോ നിങ്ങൾ MT14 അവിടെ നിൽക്കുന്നത്? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് പറയണ്ടേ, സാറേ ഞങ്ങൾ MT14 അപ്പോഴാണ് അത് ശരിയാണല്ല സാറിനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളാരും സാറ് കണ്ടിട്ടില്ല. അപ്പൊ അതാണല്ലോ ഒരു അത് ഞങ്ങൾ ചിന്തിച്ചില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അവര് പെട്ടെന്ന് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പോലെ കോൺവെക്കേഷന് വരുമ്പോൾ നമുക്ക് കാണാം, പ്രാക്ടിക്കലിൽ വരുമ്പോൾ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പ്രാക്ടിക്കല് വന്ന ദിവസം അവിടെ വല്ല കോൺവെക്കേഷൻ എന്തെങ്കിലും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഒരു 6 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കലും ഇതൊക്കെ നടക്കുന്നത് വേറെ സ്ഥലത്താണ്, ക്ലാസ് പോകുന്നത് വേറെ സ്ഥലത്താണ്. രണ്ട് സ്ഥലത്താണ്. അപ്പൊ അതാണ് ഉള്ള വ്യത്യാസം. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അല്ല സാറേ, നമ്മള് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ സാറിനെയും വേറെ ടീച്ചേഴ്സിനെയും വന്ന് കാണാൻ അവർ സമ്മതിക്കില്ലേ? രണ്ടും 2 സ്ഥലത്താണ്. നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തണ്ടേ? യെസ്, ശരിയാണ് സാറേ. അതാണ് 2 സ്ഥലത്താണ്. യെസ്,
ഒരു പ്രാക്ടിക്കൽ എടുക്കാനുള്ള ടീച്ചർമാരും ജീഷ ടീച്ചറൊക്കെ അവിടെ ഉണ്ടാവും. ടീച്ചർ ആശ്വതി ടീച്ചറൊക്കെ അവിടെ ഉണ്ടാവും. ദാറ്റ്സ് ഡോണ്ട് വറി. അതൊക്കെ അവരവിടെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ സംസാരിക്കാം, കാര്യങ്ങളൊക്കെ അവരോട് പറയാം. യെസ്, കുഴപ്പമില്ല സാറേ. കോൺവെക്കേഷൻ വരുമ്പോ സാറിനെ കാണാൻ പറ്റുമല്ലോ. ഞാൻ അവിടെ ഉണ്ടാവും. MT17 കോൺവെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ദുനിയാവ് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ വരില്ലേ? യെസ്. അപ്പോ നമ്മുടെ സ്ഥിരം കയറാറുണ്ടായിരുന്ന സഹോദരന്മാരോടും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ലാസ്റ്റ് ചാപ്റ്ററിലോട് കിടക്കുകയാണ്. തിരക്കാണെങ്കിൽ കുഴപ്പമില്ല, അവരോട് പറയാ ആ ലാസ്റ്റത്തെ 4 ക്ലാസ്സിലെ കയറാൻ പറ്റുന്നു, കയറാൻ പറയാ. കയറാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ സൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ അവരോട് റെക്കോർഡ് ക്ലാസ്സിൽ നോക്കാൻ പറയാം. അതുകൂടി ചെയ്യാതിരിക്കുന്നത് അത്ഭുതകരമായിരിക്കും. അതുകൊണ്ട് ആ കാര്യം നോക്കാൻ പറ്റും. അപ്പൊ 4 ക്ലാസ് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. നിങ്ങൾ ആ മോഡലുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, വേറെ എല്ലാവരും ചോദ്യങ്ങൾക്ക് വേണ്ട. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് അതിനകത്തോട്ട് എത്തുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു അടുത്ത മാസം ഒരു 2ാമത്തെ ആഴ്ചയോട് കൂടി നമുക്ക് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു എന്താ പറയാ അസൂയയെ കുറിച്ചുള്ള അല്ലെങ്കിൽ പരിദോഷത്തെ കുറിച്ചുള്ള ലെസണുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു സർ.